ക്രിസ്മസ് ആയിട്ടേ ഞാനും മോനും കൂടി നമ്മളെ മുല്ലശ്ശേരി പള്ളിയിലേക്ക് ഒന്ന് പോയതാണ്. കുരിശപ്പേട് ചർച്ചിലേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ ലൈറ്റും കാണാം, പുൽക്കൂടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിൽ പോയതാണ്. എല്ലാ പ്രാവശ്യം പോയി കാണിച്ചു കൊടുക്കാറുണ്ട് മോനക്ക്. അതൊക്കെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഇറങ്ങിയതാണ്. അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ പുൽക്കൂടിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നൈറ്റിലേക്ക് അല്ലാതെ ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ നടന്ന് ലൈറ്റും അതുപോലെ സ്റ്റാറുകൾ കുറേ അവിടെ കൊളുത്തിയിട്ടിട്ടുണ്ട്. അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഓരോ യൂണിറ്റിൻ്റെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല ഭംഗിയുള്ള സ്റ്റാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ അവിടെ ലൈറ്റും സ്റ്റാറും ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്നുണ്ട് മറ്റാൾ. അത് കഴിഞ്ഞപ്പോൾ അവന് പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കയറണം, ഉള്ളിലൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നാൽ വായൊന്ന് പറഞ്ഞ് അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. നല്ല രസമാണ് പള്ളിയുടെ ഉള്ളൊക്കെ കാണാനിട്ടാണ്. ഞങ്ങളവിടെ നിൽക്കുന്ന നേരത്തെ അങ്ങനെ കൂട്ടുകാരൻ വിളിച്ചു, നമുക്കൊന്ന് തൃശ്ശൂർ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിക്ക് വേറെ കൂട്ടുകാരനെ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ 3-4 പേര് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. എന്നിട്ട് നേരെ അവരെ എടുത്തിട്ട് പോവാം എന്നുള്ള പരിപാടിയിൽ. രണ്ടാളെ കിട്ടി, വണ്ടിയിൽ കയറ്റി. ഒരാളും കൂടി കിട്ടാൻ വേണ്ടി തപ്പി നടക്കണം. അപ്പോൾ ഒരു പൂരപ്പറമ്പിലുള്ളെന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ആൾ സ്റ്റേജിലുള്ളെന്ന് പറഞ്ഞ്. എന്റെ കർത്താവേ, ഞാൻ ഈ പത്രക്കാരനെ കണ്ടു. ഇനിയും നീ അധികം സംസാരിച്ചാലുണ്ടല്ലോ എന്റെ കാല് ഞാൻ തള്ളിക്കൊടുക്കും. ഞങ്ങളുടെ നമ്മുടെ പിള്ളേരെ അടിച്ചവന്റെ കാല് തള്ളിക്കൊടുക്കണേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂർവ്വത്തോടനുബന്ധിച്ച് ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാനും സംസാരിക്കാനും കഴിഞ്ഞാല് ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൂരാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അങ്ങനെ അത് കഴിഞ്ഞു. ഞങ്ങൾ അവനെ അവിടെ നിന്ന് പൊക്കിയിട്ട് നേരെ തൃശ്ശൂരിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് നേരെ അവിടുത്തെ മേലത്തെ നിലയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഫുഡ് കോർട്ടാണ്. അപ്പോൾ അതുക്കന്നെ അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. നമുക്ക് 1-2 ഗിഫ്റ്റുകൾ മേടിക്കണമായിരുന്നു. അവിടെയൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. മോനവിടെ ചെന്നപ്പോൾ പിന്നെ അവൻ്റേതായ രീതിയിലുള്ള കളികളൊക്കെ തുടങ്ങി. ചെന്നപ്പോൾ കിഡ്സ് സോൺ അവർ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മോനക്ക് ചെറിയൊരു വിഷമായി. അവന് എപ്പോഴും മാളി പോയി കഴിഞ്ഞാൽ കിഡ്സ് സോണിക്കാണ് നേരെ പോവുക. പക്ഷെ അവനുള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അവിടെ ഫുള്ള് ഓടിക്കളിച്ചിരുന്നാണ്. ടോയ്സ് കണ്ടപ്പോൾ മൂപ്പര് കുറച്ച് നേരം അവിടെ നിന്നോട്ടാ, എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആ ടോയ്സ് ഒന്നും അവന് മേടിക്കാൻ പറ്റിയ പാകത്തിലായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്കും ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ അവൻ അവരോട് ഭയങ്കര അടുപ്പാണ്. അവർക്കും അതെ, അവന് മറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഒരുപാട് ഐറ്റംസ് അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും വരാനുണ്ടെന്ന് പറഞ്ഞത്.
ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും അവർക്ക് ശരിക്കും നല്ല ബിസിനസ് നടക്കുന്നുണ്ട് അവിടെ. ഞങ്ങളങ്ങനെ മൊത്തം ഒക്കെ നടന്നങ്ങനെ കണ്ടു. ഓനൊന്ന് ആ എസ്കലേറ്ററിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മേലക്കങ്ങനെ കയറി, അതേപോലെ തിരിച്ചിറങ്ങുകയും ചെയ്തു. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിന്ന് പതുക്കനെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പാർക്കിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി എത്തി, അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളിനി ഫുഡ് അടിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലങ്ങനെ തോംസൺ കാസ ഓർമ്മ വന്നത്. നമ്മൾ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളതാണ് തോംസൺ കാസ. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ നല്ലൊരു വൈബാണ്. നമുക്ക് പുറത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ കാട്ടിലൊക്കെ ഇരുന്ന് കഴിക്കണ മാതിരി തോന്നും. ടേബിളുകളാണ് ഇരിക്കുന്നതൊക്കെ, ഇത് ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നല്ലൊരു ഫീലാണ്. ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാത്തരം ഫുഡുകളും കിട്ടുന്ന സ്ഥലമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അവർ ചെറിയൊരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇരിക്കാനുള്ള റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഉള്ളിലത്തെ ഇൻറ്റീരിയറൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്ത് ആ ബീബിയുടെ ക്ഷമൊക്കെ നശിച്ചു തുടങ്ങി, വെള്ളം കുടിച്ചു തുടങ്ങി. അങ്ങനെ ഫുഡ് വന്നു. പൊറോട്ടയും കറിയും ഒക്കെ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ പൊറോട്ടയും ബീഫും കുഴച്ചിട്ട് കഴിക്കുമ്പോഴുള്ള എന്താ ടേസ്റ്റ് അല്ല ബി, വാവ്. പിന്നെ മിൻറ്റ് ലൈമും കൂടി കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി. ഇതിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ക്രിസ്മസ് നൈറ്റ് അല്ലേ, ഇനി എന്താ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നേരെ ഞങ്ങൾ വടക്കുംനാഥൻ്റെ തെക്കേ നടയിലേക്ക് പോയി. അവിടെ കുറച്ച് പിള്ളേർ പാട്ടൊക്കെ പാടിയിരിക്കുന്നു. ആ പിള്ളേർ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വൈബായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അവിടുത്തെ ക്രൗഡൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. വടക്കുംനാഥൻ്റെ മുന്നിൽ നല്ല എയിമായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ക്രിസ്മസ് നൈറ്റ് അവിടെ കഴിഞ്ഞു.